കൊല്ലം പത്തനാപുരം കുരിയോട്ടുമലയിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 12 ദിവസം. പ്രതിഷേധവുമായി നാട്ടുകാർ. വാട്ടർ അതോറിറ്റിയുടെ വാഹനം തടഞ്ഞ് റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. സുജിത് സുരേന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 12 ദിവസമായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന പത്തനാപുരം കുരിയോട്ടുമല കോളനി നിവാസികളാണ് ഗതികെട്ട് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അധികൃതരെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ റോഡിൽ നിരവധി വെള്ളത്തിനായുള്ള പാത്രങ്ങളും കുടങ്ങളും ഒക്കെ കൊണ്ട് റോഡ് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരെത്തിയ വാഹനം അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധമാണ് പത്തനാപുരം കുരിയോട്ടുമല കോളനി നിവാസികൾ ഉയർത്തുന്നത്. ഊരുമൂപ്പനടക്കം നേതൃത്വം നൽകിയാണ് ഈ ഉപരോധം മുന്നോട്ട് പോകുന്നത്. ഉരുമൂപ്പൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്രയും ദിവസമായിട്ടും ഇവരുടെ വെള്ളം എത്തിക്കാത്തതിന് കാരണമെന്നാണ് പറയുന്നത്? കാരണം എന്ന് പറയുന്നത് ഇവർ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നത് KCBക്കാരുടെ കുഴപ്പമാണ്. KCBക്കാരുടെ അടുത്ത് പറയുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണ്. അപ്പോൾ ഇവർ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങളെ ഇടയ്ക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടും. ജീവനക്കാർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇവിടെ കൊണ്ട് എന്ന് പറഞ്ഞാൽ 10-12 ദിവസം മഴ പെയ്യാൻ മഴ വെള്ളം കൊണ്ടാണ് ഇവർ പിന്നെ ആഹാരം കഴിക്കുന്ന, ബാത്റൂം ഉപയോഗിക്കുന്നത്, മക്കളെ കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ജൂൺ 1 സ്കൂളിൽ പിള്ളേരെ പോകാനെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ യഥാർത്ഥ ST ആദിവാസി കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ കുളിക്കാതെ നനയ്ക്കാതെയും പോകുന്നത്. വാർഡ് മെമ്പർ എന്താ പറയുക? വാർഡ് മെമ്പറെ ഞങ്ങൾ വിളിച്ചായിരുന്നു. അപ്പോൾ ഈ വാർഡ് മെമ്പറെ വിളിച്ച് എനിക്ക് ഈ സാറിൻ്റെ നമ്പർ തന്നത് വാർഡ് മെമ്പറാണ് തന്നത്. ആ നമ്പർ തന്നിട്ട് ഞാൻ ഈ സാറെ 5-6 വട്ടം വിളിച്ചിട്ട് ഈ സാർ ഫോൺ എടുത്തില്ല. ആ സ്പോട്ടിൽ തന്നെ ഞാൻ നമ്പറിനെ വിളിച്ചപ്പം ഇവരെ വിളിച്ചപ്പം ഇവർ ഫോൺ എടുത്ത്. നമ്പർ പറയുന്നത് ഇവർ നമ്പർ വിളിച്ചപ്പോൾ നമ്പറിൻ്റെ അടുത്ത് പറഞ്ഞത് ഇവിടുത്തെ വെള്ളം കളക്കവെള്ളം ആയതുകൊണ്ട് അത് ശുദ്ധീകരിച്ചിട്ടേ നിങ്ങൾക്ക് ആ വെള്ളം അടിച്ചു വിടത്തുള്ളൂ എന്ന് ഇവർ നമ്പറോട് പറഞ്ഞു. അതേ സ്പോട്ടിൽ തന്നെ തിരിച്ച് ഇവരെ ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് ഇവർ ഫോൺ എടുക്കുന്നില്ല. കുടിക്കാനൊക്കെ ഉള്ള വെള്ളം എവിടുന്ന ഇപ്പോൾ? ഞങ്ങൾ താഴെ ഒരു റബ്ബർ തോട്ടത്തിലത്തെ ഒരു കുളവിരിപ്പുണ്ട്. ആ കുളത്തിൽ നിന്നാണ് പോയി വെള്ളം കൊണ്ടുവരുന്നത്. ചുമന്നാണ് കൊണ്ടുവരുന്നത് വെള്ളം. പിന്നെ 2 കിലോമീറ്റർ പോലും ഞങ്ങൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നത് കുളിക്കാതെ നനയ്ക്കാതെ ഉള്ള അഴുക്ക് തുണികൾ ഇട്ടുകൊണ്ട് ആ പിള്ളേരെ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലും ഇടിയിലുമൊക്കെ ഇവിടുത്തെ മോട്ടോറുകൾ, ഈ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോട്ടോറുകൾ തകരാറിലായതാണ് ഇവിടേക്ക് വെള്ളം മുടങ്ങാൻ കാരണമെന്നാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ അധികൃതരും പറയുന്നത്. അധികൃതർ ഉൾപ്പെടെ AXE ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, അവരോട് കൂടി ചോദിക്കാം എന്താണ് ഈ വെള്ളം മുടങ്ങാനുള്ള കാരണം. ഏകദേശം നമുക്കൊരു 4-5 ദിവസമായിട്ട് ഇവിടെ KCBയുടെ സപ്ലൈ ഇല്ലായിരുന്നു. ഇവിടെ മരങ്ങൾ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഒരു 5 ദിവസമായിട്ട് സപ്ലൈ ഇല്ലായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്കാണ് നമുക്ക് KCB സപ്ലൈ വന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് സപ്ലൈ വന്നിട്ട് നമ്മൾ മോട്ടർ റൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ മോട്ടർ കത്തിയപ്പോൾ തന്നെ നമ്മൾ ഒരു മോട്ടർ കത്തിക്കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് വരണമെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ പുല്ലൂർ ഓഫീസിൽ നിന്നുള്ള ഒരു സെപ്പറേറ്റ് പമ്പ്, അതായത് തൽക്കാലത്തേക്ക് ഈ കോളനിയിലേക്ക് കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മോട്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് വെള്ളം കൊടുക്കുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ വിതരണം കൃത്യമായി നടത്താതെ ഇവിടെ നിന്നും സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഒറ്റ വാക്കിലാണ് ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുരിയോട്ടുമല കോളനി നിവാസികളുടെ തീരുമാനം. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.